ഇന്ത്യൻ ആർമി അഥവാ അഗ്നിവീറിന്റെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1600 മീറ്റർ 5.5 മിനിറ്റിനകത്ത് ഓടണം. ഇതാണ് ക്രൈറ്റീരിയ. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ, അതായത് ഒരു 5 ദിവസം മുന്നേ, റാലി ഡേറ്റിന് 5 ദിവസം മുന്നേ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റാലി വരുന്ന ദിവസം ഡേ 6 ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഡേ 1 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മീറ്ററിന്റെ 6 സെറ്റ് ഓടുക. ഓക്കെ. പിന്നെ ഡേ 2 നിങ്ങൾ ചെയ്യേണ്ടത് 800 മീറ്ററിന്റെ 2 മുതൽ 3 സെറ്റ് വരെ ചെയ്യാവുന്നതാണ്. 2 സെറ്റ് എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സെറ്റ് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 സെറ്റ് ചെയ്യുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ ഡേ 3, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഡേ 3 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 to 3 കിലോമീറ്റർ ടെമ്പോ റൺ ആണ്. അപ്പൊ ഈ ടെമ്പോ റൺ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ 1600 മീറ്റർ 5.5 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 400 മീറ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 1:22 സെക്കൻഡിലാണ്. നിങ്ങൾ ടെമ്പോ റൺ നിങ്ങൾ മാക്സിമം ഗ്രൗണ്ടിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ ഓരോ 400 മീറ്ററിന്റെ ലാപ്പാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോ 400 മീറ്റർ നിങ്ങൾ 1:23 ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യത്തെ 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾ 1:26, 27, 26, 27 ഇതിന്റെ അണ്ടറിനകത്ത് ബാക്കിയുള്ള 1 കിലോമീറ്റർ, അതായത് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 3 കിലോമീറ്റർ വരെ ഈ ഒരു 25-26ന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ ബാക്കിയുള്ള 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ടൈമിന് കവിഞ്ഞു പോകാണ്ട് ശ്രമിക്കുക. അതും പറഞ്ഞ് ഒരുപാട് കിടന്ന് പുഷ് ചെയ്യരുത്. നിങ്ങളുടെ മാക്സിമം ലിമിറ്റിനനുസരിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഡേ ഫോറിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്ററിന്റെ 6 സ്ട്രൈഡ്സ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 100 മീറ്ററും 20 സെക്കൻഡിന്റെ അണ്ടറിൽ ചെയ്താൽ മതി. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യരുത്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഡേ 5. ഡേ 5നകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മിണ്ടാണ്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേ ബി നിങ്ങളുടെ റാലി ദിവസത്തിന്റെ ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പോണ്ടി വന്നേക്കാം. അതായത് 6-ാം തീയതിയാണ് നിങ്ങളുടെ റാലി എങ്കിൽ നിങ്ങൾക്ക് 4-ാം തീയതി തന്നെ വീട്ടിൽ നിന്ന് പോണ്ടി വന്നേക്കാം. അപ്പൊ 4-ാം തീയതി ഞാൻ ഈ പറഞ്ഞ 100 മീറ്ററിന്റെ സ്ട്രൈഡ്സ് ചെയ്യരുത്. ഓക്കെ. അതിന് പകരം നല്ല രീതിക്ക് സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് 4-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രെയിൻ കയറുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലത്തിലോട്ട് പോവുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എത്തിയ സ്ഥലത്ത് നിന്ന് മാക്സിമം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു റൂമൊക്കെ സെറ്റപ്പ് ചെയ്യുക. നല്ലോണം റെസ്റ്റ് എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. ഒരു കാരണവശാലും ഡീഹൈഡ്രേഷൻ ആവരുത്. നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ പോയവർക്ക് അറിയാൻ പറ്റും, ആ ദിവസം നമുക്ക് ഉറക്കമുണ്ടാവില്ല. അപ്പോൾ ഡേ 5നകത്ത് മാക്സിമം കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഡേ 6 ആണ് നിങ്ങളുടെ റാലി. ഈ വീഡിയോ മാക്സിമം ഇന്ത്യൻ ആർമിന്റെ റാലിക്ക് പങ്കെടുക്കുന്ന എല്ലാവരിലോട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യണതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.